ഒരു കാരണവശാലും പയ്യന്നൂർ ആ സ്ഥാനാർത്ഥിയെ നിർത്തരുത് എന്ന് പറഞ്ഞില്ലേ? ആ സ്ഥാനാർത്ഥിയെ നിർത്തുന്നത് ജനങ്ങളോടുള്ള ഒരു വെല്ലുവിളിയായിരിക്കും. നിങ്ങൾ കേട്ടോ? അപ്പോൾ ജില്ലാ കമ്മിറ്റിക്ക് പെശക് പറ്റിയത്. തളിപ്പറമ്പിലെ നിങ്ങളുടെ സ്ഥാനാർത്ഥിയെ സംബന്ധിച്ച് അടിമുടി വിമർശനമായിരുന്നില്ലേ? പാർട്ടിയിൽ ഉടനീളം വിമർശനമായിരുന്നില്ലേ? അപ്പോൾ പാർട്ടി ജില്ലാ കമ്മിറ്റിക്കാണോ പെശക് പറ്റിയത്? മാഷക്കിന് അറിയാലോ, സംസ്ഥാന സെക്രട്ടറിക്ക് അറിയാലോ. പിന്നെ എന്ത് വാശിൻ്റെ പേരിലാണ് ഈ രണ്ടുപേരെ അടിച്ചേൽപ്പിച്ചത്? ഇതുപോലെയാണ് 27 പേരെ നിങ്ങൾ അടിച്ചേൽപ്പിച്ചിട്ടുണ്ട്. അതാണ് 24 തോറ്റത്. എന്തിനായിരുന്നു അത്? എന്നിട്ടിപ്പോൾ റിവ്യൂ റിപ്പോർട്ടിൽ പറയാണ് ഇത് ജില്ലാ കമ്മിറ്റിക്ക് പെശക് പറ്റിയെന്ന്. ഇനി അങ്ങോട്ട് പറയാൻ പോണതാ ധാരബലിയാടാക്കാനാണ്. പക്ഷെ ഒരു കാര്യം വ്യക്തമാക്കണം, ആരാണ് ഈ സ്ഥാനാർത്ഥിമാരെ നിശ്ചയിച്ചത്, നിർദ്ദേശിച്ചത്? ആ നിർദ്ദേശിച്ച ആൾ ജില്ലാ സെക്രട്ടറി ആണല്ലോ. ജില്ലാ സെക്രട്ടറി ആരിൽ നിന്ന് അഭിപ്രായം തേടിയിട്ടാണ് നിർദ്ദേശിച്ചത്? അത് പറയട്ടെ, ഇനിയെങ്കിലും പറയട്ടെ. ആർജവത്തോടെ പാർട്ടിയോടും ജനങ്ങളോടും പറയട്ടെ, എനിക്ക് തെറ്റുപറ്റി, ഞങ്ങൾക്ക് തെറ്റുപറ്റി പറയട്ടെ. നിങ്ങൾ എന്ത് തിരുത്തുന്നതാണ് ഇപ്പം നമ്മൾ വിശ്വസിക്കേണ്ടത്, ജനങ്ങൾ വിശ്വസിക്കുന്നത്? ഇപ്പം നിങ്ങൾ ആലോചിച്ച് നോക്കണം, ജനങ്ങളിൽ നിന്നും അഭിപ്രായം തേടുക എന്തിനു വേണ്ടിയിട്ട്? ഈ പാർട്ടിയിൽ അഭിപ്രായം കേൾക്കാതെ കൊണ്ടാണോ? CPM-ന്റെ രീതി വെച്ച് ബ്രാഞ്ച് തലം മുതൽ മേലോട്ടുള്ള ഘടകങ്ങളിൽ എടുക്കുന്ന തീരുമാനത്തിൻ്റെ കാർബൺ കോപ്പി എല്ലാ മേൽ കമ്മിറ്റികൾക്കും കിട്ടും. ലോക്കൽ കമ്മിറ്റി ചർച്ചകൾക്ക് അതിൻ്റെ കാർബൺ കോപ്പി മേൽ കമ്മിറ്റികൾക്ക് കിട്ടും. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ കാർബൺ കോപ്പിയിൽ അവിടെ നടന്ന ചർച്ചകളൊക്കെ ആ കാർബൺ കോപ്പിയിൽ ഉണ്ടാവും. ഏതെങ്കിലും പാർട്ടി ഘടകം പരിശോധിച്ചിട്ടുണ്ടാവും. അങ്ങനെ പരിശോധിച്ചിട്ടുണ്ടെങ്കിൽ ഇത്തരൊരു സ്ഥാനാർത്ഥിത്വം ഉണ്ടാകുമായിരുന്നോ? അത് പരിശോധിച്ചിട്ടാണ് തീരുമാനം എടുക്കുന്നതെങ്കിൽ, പാർട്ടി അംഗങ്ങളുടെ വികാരം പരിഗണിച്ചിട്ടാണ് തീരുമാനം എടുക്കുന്നതെങ്കിൽ ഇത്തരമൊരു തകർച്ച പാർട്ടിക്ക് ഉണ്ടാകുമായിരുന്നോ? അപ്പോൾ ഇതിൻ്റെ ഉത്തരവാദി ആര്? ഇതിൻ്റെ ഉത്തരവാദി നിങ്ങളാണ്, നേതൃത്വമാണ്. ഞാനിവിടെ പാർട്ടിയിൽ വിശ്വാസ്യത നഷ്ടപ്പെട്ടിട്ട് ഇപ്പോൾ റിവ്യൂട്ടിൽ അതിവിചിത്രമായ ചില കാര്യങ്ങൾ ഈ റിവ്യൂവിൽ പറയുന്നുണ്ട്. അതിൽ തോൽക്കാനുള്ള ഒരു കാരണം പറഞ്ഞിട്ടുള്ളത് ഇവിടെ വെള്ളാപ്പള്ളി നടേശനെ കുറിച്ചാണ്. നടേശനെ കയറ്റിയതിനെ കുറിച്ച് ന്യായീകരണം, നടേശൻ ഇങ്ങനെ നടന്നു പോവുകയാണ്. അപ്പോൾ അങ്ങനെയാണ് മുഖ്യമന്ത്രിൻ്റെ വാഹനം വരുന്നത്. അപ്പോൾ അദ്ദേഹത്തെ അതിലേക്ക് കയറ്റി. ഇതാണല്ലോ നിങ്ങളുടെ വ്യാഖ്യാനം. അങ്ങനെയാണോ ജനങ്ങൾ വിശ്വസിക്കുന്നത്? നടേശൻ മുസ്ലിം ന്യൂനപക്ഷത്തിനെതിരെ പറഞ്ഞ കാര്യങ്ങൾ, ആ പറഞ്ഞ കാര്യങ്ങളെ എതിർക്കാൻ നിങ്ങൾക്ക് ധൈര്യം ഉണ്ടായോ? ആരെങ്കിലും എതിർത്തോ? മുഖ്യമന്ത്രി എതിർത്തോ? ഗോവിന്ദമാഷ് എതിർത്തോ? ജനങ്ങളപ്പോൾ വിശ്വസിച്ചില്ലേ? നടേശൻ്റെ വർഗീയ വിഷം തുപ്പുന്ന ആ നിലപാട് വന്നപ്പോൾ ആ നിലപാടിനെതിരെ ഒരക്ഷരം ഉരിയാടാൻ പാർട്ടി സെക്രട്ടറിക്കോ മുൻ മുഖ്യമന്ത്രിക്കോ സാധിച്ചോ? അതിനെ ന്യായീകരിക്കുന്നത് അങ്ങനെയുള്ള ഒരാളെയും കയറ്റിയിട്ടാണല്ലോ മുഖ്യമന്ത്രി പോകുന്നത്. എങ്ങനെയാണ് നിങ്ങളെ ന്യൂനപക്ഷങ്ങൾ വിശ്വാസത്തിലെടുക്കുക? കേരളത്തിലെ മതേതര മനസ്സിനെ വ്രണപ്പെടുന്ന നിലപാടല്ലേ നിങ്ങൾ സ്വീകരിച്ച് ആ റിവ്യൂ റിപ്പോർട്ടിൽ പറയുന്നുണ്ടോ? പിന്നീടൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ യോഗി ആദിത്യനാഥിൻ്റെ സന്ദേശം വായിച്ചത് തെറ്റായിപ്പോയി. എങ്ങനെയാണ് സന്ദേശം അവിടെ എത്തിയത്? എന്ത് വിചിത്രമായ വാദമാണ് ഇവർ പറയുന്നത്. യോഗി ആദിത്യ ഇവിടെ ഇങ്ങനെ അയ്യപ്പ സംഗമം നടക്കുന്നുണ്ട്, എന്നാൽ പിന്നെ എൻ്റെ വഴി ഒരു സന്ദേശം ഇരിക്കട്ടെ എന്ന് പറഞ്ഞ് യോഗി ആദിത്യ സന്ദേശം അയച്ചതാണോ? ഒരു മുഖ്യമന്ത്രി സന്ദേശം നൽകേണ്ട ആവശ്യപ്പെട്ടിട്ടുള്ളവരുണ്ടാവുമല്ലോ. ആരാണ് യോഗി ആദിത്യനാഥിനോട് സന്ദേശത്തിന് ചോദിച്ചത്? എങ്ങനെയാണ് സന്ദേശം അവിടെ എത്തിയത്? പറന്നു വന്നിട്ട് എത്തിയല്ലോ. ഇതെല്ലാം നിങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന BJP-യുമായി നടത്തിക്കൊണ്ടിരിക്കുന്ന ഡീലിൻ്റെ ഭാഗമാണ് എന്നല്ലേ ജനങ്ങൾ വിശ്വസിക്കുന്നത്? അതല്ലേ ജനങ്ങൾ വിശ്വസിക്കുന്നത്? നിങ്ങൾ നോക്കണം, ഇവിടെ ലാവലിൻ കേസ് നീട്ടി പോവുകയാണ്. ജനങ്ങൾ വിശ്വസിക്കുന്നത് എന്താ? ഈ ഡീലിൻ്റെ ഭാഗമാണത്. അതുപോലെ വീണക്കെതിരായിട്ടുള്ള കേസ്, അത് ഡീലിൻ്റെ ഭാഗമാണ് എന്നൊക്കെയല്ലേ ജനങ്ങൾ വിശ്വസിക്കുന്നത്? ഞാനിവിടെ അങ്ങനെ തീർച്ചയായിട്ടും ഈ പരാജയത്തിന് ഇതെല്ലാം ഒരു കാരണമല്ലേ? മുഖ്യമന്ത്രിയുടെ പെരുമാറ്റവും സ്വഭാവവും പാർട്ടിയിലുടനീളം ചർച്ച ചെയ്തിട്ടില്ലേ? നിങ്ങൾ റിവ്യൂ റിപ്പോർട്ടിൽ അത് എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? അപ്പം മുഖ്യമന്ത്രിക്ക് ഒരു കുഴപ്പമില്ല, പാർട്ടി സെക്രട്ടറിക്ക് കുഴപ്പമില്ല, കുഴപ്പം മുഴുവൻ താഴെയാണ്. ഇതല്ലേ നിങ്ങൾ റിവ്യൂ റിപ്പോർട്ട്? ഇതാണ് പറഞ്ഞത്, കൊടിയ വഞ്ചനയാണ് പാർട്ടിയോട് നിങ്ങൾ ഇനിയും കാണിക്കുന്നത്. ജനങ്ങൾക്കറിയാം, ജനങ്ങൾ കൃത്യമായിട്ട് അറിയാം.
ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.